ഹലോ നമസ്കാരം. സോബാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോബാക്സ് ടുഡേ ടുമോറോ ഫോർ എവർ. എങ്ങനെയാണ് ആദ്യ 9 ആഴ്ച കൊണ്ട് സോബാക്സിലൂടെ 14,76,150 രൂപ ഏൺ ചെയ്യാൻ പറ്റുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ മാസവും ഇതേ എമൗണ്ട് ഓരോ മാസവും എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സുനിൽ ഇടമുറി, സോബാക്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ 100% ടീം വർക്കിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന എമൗണ്ടുകൾ നേടാൻ പറ്റുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടീം വർക്ക് യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സംരംഭവും വിജയിക്കുകയുള്ളൂ. ഇവിടെ ഒരു ID മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ, അതായത് സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഒരേ ഒരു മെമ്പർഷിപ്പ് മാത്രമാണ് എടുക്കുന്ന വ്യക്തികൾ എങ്കിൽ അവരാണ് ഇത്തരം ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത് 1180 രൂപയാണ്. അതായത് 1000 രൂപ മെമ്പർഷിപ്പ് പ്ലസ് 180 രൂപ GST. അത് ഗവൺമെന്റിന് പോകുന്ന എമൗണ്ട് ആണ്. മെമ്പർഷിപ്പ് എടുക്കുന്ന വ്യക്തിയെ അഫിലിയേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അഫിലിയേറ്റിന് എത്ര ആളുകളെ വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. ഓരോ റെഫറൻസിൽ നിന്നും 40% ഡയറക്റ്റ് കമ്മീഷനാണ് അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്മീഷനാണ് ലഭിക്കുന്നത്, 400 രൂപ വീതം. ഒരു ID മാത്രം എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന വ്യക്തി മിനിമം 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് എന്റർപ്രണർ എന്ന ഒരു റാങ്കിലേക്ക് വരികയും കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ലഭിക്കുകയും കൂടെ ചെയ്യുന്നത്. അത് ഓരോ മാസത്തിന്റെ എൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ദിവസം അത് അവരുടെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഫിലിയേറ്റ് കമ്മീഷൻ വീക്കിലി പേ ഔട്ട് ആണ്. എന്റർപ്രണർ മന്ത്ലി റിവാർഡ് ഓരോ മാസത്തിന്റെ എൻഡിൽ ക്ലോസ് ചെയ്യും, അടുത്ത ദിവസങ്ങളിൽ അത് റിലീസ് ചെയ്യും, അവരുടെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ വ്യക്തി അഫിലിയേറ്റ് ആയിട്ട് ഇവിടെ വന്നു. ഇദ്ദേഹം 3 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന് മന്ത്ലി റിവാർഡ്സിന് എലിജിബിൾ ആകുന്നത്. ഇദ്ദേഹം ആദ്യ ആഴ്ചയിൽ ജോയിൻ ചെയ്തു. ആദ്യ ആഴ്ചയിൽ തന്നെ 3 മെമ്പേഴ്സിനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ലെവൽ അദ്ദേഹത്തിന്റെ ഫില്ലായി. അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവല് ഫില്ല് ആകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്നത് ഈ 3 പേര് ജോയിൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൽ ആകുമ്പോൾ 400 രൂപ വീതം 3 പേരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 1200 രൂപ. ഇവിടെ മന്ത്ലി പാസീവ് ഇൻകം അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് 150 രൂപ, അതായത് 50 റുപ്പീസ് ഈച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് ഇദ്ദേഹത്തിന് ഷെയറിന് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. ഇനിയും ഇദ്ദേഹം വർക്ക് ചെയ്തില്ല, ഈ 3 പേര് മാത്രമാണ് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 9 പേർ ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ലെവലിൽ എത്തുന്നുണ്ട്. ഇവരുടെ ഫസ്റ്റ് ലെവലിൽ 3 പേരുമായി. അപ്പം സെക്കൻഡ് ലെവലിൽ 9 ആളുകൾ ഡിജിറ്റൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് 50 രൂപ വീതം 9 ആളുകളിൽ നിന്ന് ലഭിക്കുകയാണ്. അങ്ങനെ 450 രൂപ ലഭിക്കും. ടോട്ടൽ ഇവിടെ ഇൻകം സെക്കൻഡ് ആഴ്ചയായപ്പോൾ അദ്ദേഹത്തിന് 600 രൂപ ഇവിടെ ഇൻകം അദ്ദേഹത്തിന്റെ വാലറ്റിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം 9 പേരുടെ വർക്കാണ് വീണ്ടും 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത്. ഓരോ വ്യക്തികളും 3 പേരെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. 9 പേര് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ തേർഡ് ലെവലിൽ 27 പേര് ഫില്ലാകുന്നുണ്ട്. ഇപ്പൊ 27 പേര് 50 രൂപ വീതം നൽകുമ്പോൾ അദ്ദേഹത്തിന് 1350 രൂപയാണ് ലഭിക്കുന്നത്. ടോട്ടൽ അദ്ദേഹത്തിന്റെ വരുമാനം തേർഡ് വീക്കിൽ ആയപ്പോഴേക്കും 1950 രൂപ അദ്ദേഹത്തിന്റെ വരുമാനമാണ്. ഇനിയും ഫോർത്ത് വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 1 മാസം കംപ്ലീറ്റ് ആകുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ 27 പേര് നെക്സ്റ്റ് വീക്കിൽ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോർത്ത് ലെവലിൽ 81 പേര് ആണ് ജോയിൻ ആകുന്നത്. 81 പേരെ ജോയിൻ ആകുമ്പോൾ 50 റുപ്പീസ് ഈച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 4050 രൂപ. ടോട്ടൽ അദ്ദേഹത്തിന് ആദ്യ മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 6000 രൂപയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ താഴെ ടോട്ടൽ 120 പേര് ജോയിൻ ആകും. അദ്ദേഹം ഓട്ടോ പോളിലേക്ക് പോകാനും അവിടെ എലിജിബിൾ ആയിട്ടുണ്ട്. 5ാമത്തെ ആഴ്ച ഈ 81 പേര് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 243 പേരാണ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. 243 പേര് വരുമ്പോൾ 5ാമത്തെ ആഴ്ച അദ്ദേഹത്തിന്റെ വരുമാനം ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 18,150 രൂപയാണ് ടോട്ടൽ. ഇനിയും 6ാമത്തെ ആഴ്ച ഓരോ വ്യക്തികളും 3 പേരെ വീതം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലായിരിക്കും. ഇനിയും 6ാമത്തെ ആഴ്ച ലെവൽ 6ൽ 729 പേരാണ് ജോയിൻ ആകുന്നത്. 5ാമത്തെ ലെവലിലുള്ള 243 പേര് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആണ്
ഇദ്ദേഹത്തിന് ഇത്രയും വരുമാനം ലഭിക്കുന്നത്, അതായത് ടോട്ടൽ വരുമാനം ആറാമത്തെ ആഴ്ച ലഭിക്കുന്നത് 54,600 രൂപയാണ്. ആറാമത്തെ ലെവലിലുള്ള 729 ആളുകൾ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏഴാമത്തെ ലെവലിൽ 2187 പേര് ആകുന്നുണ്ട്. ഇദ്ദേഹത്തിന് ലഭിക്കുന്ന എമൗണ്ട് 1,63,950 രൂപയാണ്. ഇനിയും എട്ടാമത്തെ ആഴ്ചയിൽ ലെവൽ 8ൽ 6,561 ആളുകളാണ് ജോയിൻ ആകുന്നത്. അതായത് ഏഴാമത്തെ ലെവലിലുള്ള ആളുകൾ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എട്ടാമത്തെ ലെവലിൽ 6,561 മെമ്പേഴ്സ് ഉണ്ടാവും. ഇദ്ദേഹത്തിന് എട്ടാമത്തെ ആഴ്ച വരെ ലഭിക്കുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 4,92,000 രൂപയാണ്. ഫൈനൽ ലെവലായിട്ടുള്ള 9ാമത്തെ ലെവൽ, 9 ലെവലിൽ നിന്നുള്ള ഇൻകം മാത്രമേ ഇദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. എട്ടാമത്തെ ലെവലിലുള്ള 6,561 പേര് നെക്സ്റ്റ് വീക്കിൽ, അതായത് 9ാമത്തെ ആഴ്ച 3 പേരെ വീതം മാത്രം എങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ 9ാമത്തെ ലെവലിൽ 19,683 മെമ്പേഴ്സ് ആണ് ജോയിൻ ആകുന്നത്. ഇദ്ദേഹത്തിന് 9ാമത്തെ ആഴ്ചയിൽ ലഭിക്കുന്നത് 14,76,150 രൂപ. 9 വീക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 മാസം എടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു എമൗണ്ട് അടുത്ത ഓരോ മാസവും ഇദ്ദേഹത്തിന് വീണ്ടും ലഭിക്കും. കാരണം ഈ ചേർന്ന വ്യക്തികളൊക്കെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള 500 രൂപ പെയ്ഡ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ പ്രോഫിറ്റ് വീണ്ടും ഇവർക്ക് ഷെയർ ചെയ്ത് നൽകുന്നത്. അപ്പം ഓരോ മാസവും ഇതേ രീതിയിൽ ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് സോബാക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മെമ്പർഷിപ്പ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ ലൈബ്രറി ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓരോ മാസവും പിന്നീട് നിങ്ങൾ ഓരോ വ്യക്തികളും 3 പേരെ വീതം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വരുമാനം ഓരോ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. കാരണം ജെന്യൂൻ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. മാനുവൽ ആയിട്ടുള്ള യാതൊരു വർക്കും ഇവിടെ ഇല്ല. കംപ്ലീറ്റ് വളരെ ഈസിയാണ് ജോയിൻ ചെയ്യുന്നതിന്. പേയ്മെന്റ് ഗേറ്റ് വേ അതിനുണ്ടാവും. ഓൺലൈനിലായിട്ട് എല്ലാവർക്കും ഇതിനകത്ത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ കഴിയുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. കൂടുതൽ ഡയറക്റ്റ് മെമ്പേഴ്സിനെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ടീം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആകും. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് ഓരോ ആഴ്ചയിലും 3 പേരെ വീതം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ കണക്കുകളാണ്. ഇനിയും നിങ്ങൾ കൂടുതൽ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ടീം ഫില്ല് ആയിക്കൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് 3ൽ കൂടുതൽ റെഫറൽസ് വരുമ്പോൾ അത് എങ്ങനെയാണ് ഫില്ല് ആകുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രമാത്രം. വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യുക, ടീം ബിൽഡ് ചെയ്യുക. നവംബർ 2nd വീക്കിൽ തന്നെ ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടായിരിക്കും. കൂടുതൽ ആളുകൾക്ക് എല്ലാ മാസവും നല്ല ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ ഒരു കോൺസെപ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് സോബാക്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.